നമ്മളെ സ്വന്തം കോഴിക്കോട് ബീച്ചിൽ ഒരു എക്സിബിഷൻ നടക്കുമ്പോൾ നമ്മളെങ്ങനെ പോവാതിരിക്കുക? നമ്മളൊന്നും നോക്കിയില്ല കേട്ടോ. ഒരു 150 രൂപേൻ്റെ ടിക്കറ്റ് കൊടുത്ത് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഷിപ്പിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ അകത്തേക്ക് കയറുമ്പോൾ എൻ്റെ പഠിച്ചവനെ ഓടുന്നതും ചാടുന്നതും കുക്ക് ചെയ്യുന്നതും അങ്ങനെ വെറൈറ്റി റോബോട്ട്സ് ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്കിഷ്ടപ്പെട്ടതാ ഓടുന്നതിനാട്ടോ. അത് കാരണം എന്നെ കുറേ ഓടിച്ച്. ഈ ഓടി നടക്കുന്ന റോബോട്ട്സ് മാത്രമല്ല കേട്ടോ, ഏജൻ്റായിട്ടുള്ളൊരു പ്ലേ സോൺസും അവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ കണ്ട് കണ്ണും തള്ളി അടുത്ത സെക്ഷനിലേക്ക് പോയപ്പോൾ എൻ്റെ അമ്മയെ അതാ കിടക്കുന്നു നീണ്ടു നിവർന്നൊരു ആർട്ടിഫിഷ്യൽ ഗാർഡൻ. നല്ല സൺഫ്ലവറും ബീസും ബട്ടർഫ്ലൈസും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ആർട്ടിഫിഷ്യൽ ഗാർഡൻ. അങ്ങനെ അവിടുത്തെ കളർഫുൾ കാഴ്ചകളും കണ്ട് കുറച്ച് പട്ടിഷോ നടത്തി നമ്മൾ നെക്സ്റ്റ് അക്വേറിയത്തിലേക്കാട്ടോ പോയത്. എൻ്റെ അമ്മയെ അവിടെയാണെങ്കിൽ കളർഫുള്ളും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു. അതിലേതോ ഒരു മീനിന് ഗായത്രിയുടെ ഫേസ് കണ്ടെന്ന് പറഞ്ഞ് ഒരുമിച്ച് സെൽഫി എടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. എന്താ ചെയ്യാം, ഫിഷ് മാത്രമല്ല കേട്ടോ, അവിടെ ഒരു ക്യൂട്ട് പൂച്ചക്കുട്ടീനെയും കണ്ടേ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് വരുന്നത് സ്റ്റോൾസാണ്. നമ്മൾ പെണ്ണുങ്ങൾ പിന്നെ സ്റ്റോൾ കണ്ട വിടില്ലല്ലോ. അവിടുന്ന് എന്തൊക്കെയോ വാരി കൂട്ടിയപ്പോഴേക്കും നന്നായിട്ട് വിശന്നു. അങ്ങനെ ഒരു സ്വീറ്റ് കോണും കഴിച്ച് നമ്മൾ ബൈ പറഞ്ഞിട്ടാ. അപ്പോൾ നിങ്ങൾ കോഴിക്കോട് വരികയാണെങ്കിൽ മറക്കല്ല കേട്ടോ നമ്മുടെ സ്വന്തം കാലിക്കറ്റ് ബീച്ചിലെ മറൈൻ ഗ്രൗണ്ടിൽ